സൂറത്തുൻ നൂറിലെ ഒരായത്താണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പരാമർശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് വിട്ടുവീഴ്ചയുടെ ഇസ്ലാമിക രീതികളും വിട്ടുവീഴ്ചയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. ഇന്ന് നമ്മുടെ ഭൂരിപക്ഷ സമയങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയും പ്രതികരണങ്ങൾ കേൾക്കാൻ വേണ്ടിയുമാണ്. നമ്മൾ ഓരോ സമയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് പോലും അറിയാതെ ഇബ്ലീസിന്റെ കുതന്ത്ര വലയങ്ങളിൽ അല്ലെങ്കിൽ വലകളിൽ നമ്മൾ പെട്ടുപോയി. ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിമാനങ്ങൾ പിച്ചു ചീന്തലിന്റെയും ഒരു കാലഘട്ടത്തിൽ പഴയ കാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം വലിയ പ്രചാരം നേടിയ സോഷ്യൽ മീഡിയ തരംഗങ്ങൾ, അതിലൊക്കെ നമ്മുടെ ഈമാൻ ഇങ്ങനെ ശോഷിച്ച് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കളവുകളും ആരോപണങ്ങളും ദുരാരോപണങ്ങളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മം എന്താണ് എന്ന് നമ്മൾ മറന്നു. കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളെ പരാജയപ്പെടുത്തുക, നശിപ്പിക്കുക, അതോടെ നമ്മൾ സ്വയം നശിക്കുകയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുമില്ല. ഇസ്ലാമും മുസ്ലിമീങ്ങളും എന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഭീഷണിയും ഈ ആരോപണങ്ങളാണ്, ദുരാരോപണങ്ങളാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരമാണ് എന്ന് ജനങ്ങളിലേക്ക് വരുത്തി തീർക്കുക. കേരളത്തിലെ മുസ്ലിമീങ്ങൾ പെറ്റുപെരുകുകയാണ് എന്ന് ഈ അടുത്ത് പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിലെ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞത്. നമ്മളെല്ലാം അത് കേട്ടു. മലപ്പുറത്തും മറ്റുമൊക്കെയായി മുസ്ലിമീങ്ങൾ പെറ്റുപെരുകയാണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ശ്രീനാരായണ ഗുരു എന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും ജാതി ഏതായാലും അതൊന്നുമല്ല, മനുഷ്യൻ നന്നാവണം, മനസ്സ് നന്നാകണം എന്ന ഒരു ആദർശം പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന സമിതി, SNDP എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മഠത്തിൽ പോയാൽ ശിവഗിരിയിൽ ഒന്നും കാണാൻ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ കണ്ണാടിയാണ്. ഒരു വലിയ കണ്ണാടി വെച്ചത് മുടി ചീകാൻ വേണ്ടിയല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ആസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വലിയ കണ്ണാടി മനുഷ്യൻ അറിയുക, മനുഷ്യനെ മനസ്സിലാക്കുക എന്ന ആശയം പ്രതിധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ കണ്ണാടി വെച്ചിരിക്കുന്നത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. തൻ്റെ സ്വന്തത്തെ തന്നെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ മനുഷ്യ ശരീരം, ലോകത്തെ ഏറ്റവും വലിയ ഒരു ശബ്ദ മലിനീകരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ തൊഴിലാളി സമരങ്ങളില്ലാത്ത ഒരു ചെറിയ പുക പോലും പൊന്താത്ത ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറി മനുഷ്യന്റെ ശരീരമാണ്. വലിയ വലിയ കമ്പനികളിൽ വലിയ പ്രോസസ്സിങ് നിർമ്മാണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാവും. ഒരു ഫാൻ കറങ്ങുമ്പോൾ വരെ ശബ്ദമുണ്ട്. എന്നാൽ ഫാൻ കറങ്ങുമ്പോൾ, ജനറേറ്റർ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഏതൊരു മെഷീൻ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ശബ്ദമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ 10 മടങ്ങ് വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയും, ചുണ്ടത്ത് വെക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അൽഹംദുലില്ലാ ഇല്ലല്ലോ. ഒരു വെള്ളം കുടിക്കുമ്പോൾ ചുണ്ടത്ത് വെച്ച് അൽഹംദുലില്ലാ എന്ന് നമ്മൾ കുടിച്ചാൽ പറയും, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ കുടിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിനാണ്. ആ കുടിച്ച വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തുന്നതിന്, മൂത്രമാകേണ്ടതിന്, നീരാകേണ്ടതിന്, രക്തമാകേണ്ടതിന്, അവിടെ നടക്കുന്ന ഓരോന്നിനും നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. അപ്പോൾ ലോകത്ത് ചിന്തിച്ചാൽ ഏറ്റവും വലിയ കമ്പനി, ഒരു വലിയ പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനി നമ്മുടെ ശരീരമാണ്. ചെറിയ ശബ്ദം പോലും കേൾക്കുന്നില്ല. അപ്പൊ മനുഷ്യനെ ശരിക്കും തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന സന്ദേശം കിട്ടാൻ വേണ്ടിയാണ് കയറി ചെല്ലുമ്പോൾ വലിയൊരു കണ്ണാടി. മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു സന്ദേശമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവരാണ് ഇന്ന് വിഷം ചീറ്റി മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ചളിച്ചേറിൽ കുടുങ്ങിപ്പോയ ഒരു അമുസ്ലിം സഹോദരൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മാനക്കോടിലേക്ക് ഇറങ്ങി മരണപ്പെട്ട നൗഷാദിന്
ഗവൺമെന്റ് സഹായം കൊടുത്തു. അപ്പോൾ മുസ്ലിമായി പോയതിന്റെ പേരിൽ സഹായിച്ചു എന്ന് പറഞ്ഞ് മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ഓർത്തു പോവാണ്. ഇതെന്തിനാ ഞാൻ പറയണമെന്നറിയോ? നമ്മുടെ കേരളത്തിൽ പോലും ഇതുപോലെ മുസ്ലിം സമുദായത്തിന് നേരെ വർഗീയമായി വിഷം ചീറ്റുമ്പോൾ, എങ്ങനെയൊക്കെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നിജസ്ഥിതികൾ മനസ്സിലാക്കുകയും വളരെ പക്വമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുകയും കഴിയണം. അത് നമുക്ക് സാധിക്കണം. പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറരുത്. എത്രമേൽ അടിച്ചമർത്തപ്പെട്ടാലും നമുക്ക് എന്ത് പ്രതിരോധിക്കാനും കഴിയില്ല എങ്കിലും മാനസികമായിട്ടെങ്കിലും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ഇന്നും ഫലസ്തീൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അതാണ്. ഇന്നലെയും നമ്മൾ ചിന്തിച്ചു, നമ്മൾ വാർത്തയിൽ കണ്ടു, എന്ത് ഭക്ഷണം കിട്ടാതെ 100 പേര് മരണപ്പെട്ടു എന്ന്. ഭക്ഷണം കിട്ടാതെ വിശന്ന് മരിക്കാൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുന്നത്? നമ്മളെന്താ ചിന്തിക്കാത്തത്? നമ്മളെ സഹോദരങ്ങൾ ഫലസ്തീൻ്റെ മണ്ണിൽ എന്നാ ഒരിക്കൽ പോലും ഞങ്ങൾ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെട്ടൂടെ? ഞങ്ങൾ പരാജയപ്പെട്ടു, പരാജയം സംബന്ധിച്ചു, ഞങ്ങൾ കീഴടങ്ങി, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ രക്ഷപ്പെടാറോ? എന്നിട്ട് പോലും ഇതുവരെ അവർക്കത് പറയാൻ കഴിയാത്തത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പോരാട്ട വീര്യമാണ്. ആ ഒരു പോരാട്ട വീര്യം പാരമ്പര്യമായി ഇസ്ലാമിക ബോധത്തിൽ നിന്ന് കിട്ടിയതുമാണ്. ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് തളർന്നു പോകുന്ന നമുക്ക് നൽകുന്ന വലിയ മോട്ടിവേഷൻ അവരുടെ മനക്കരുത്തും ആത്മധൈര്യവും ആത്മവീര്യവുമാണ്. നമ്മൾ ജിമ്മിന് പോയാൽ നല്ല കട്ടിയും കനവുമുള്ള ലിഫ്റ്റുകളും വലിയ കട്ടിയും കനണ്ട ഇരുമ്പിൻ്റെ സാമഗ്രികൾ ഉണ്ടാകും. അത് പിടിച്ചുയർത്തുമ്പോഴാണ് മസിൽ വെക്കുക. പഞ്ഞിക്കെട്ട് പൊന്തിച്ചാൽ മസിൽ വെക്കൂല. വലിയ പഞ്ഞിക്കെട്ട് പിടിയർത്തിയാൽ നമുക്ക് മസിൽ കൂടൂല. ജിമ്മിന് പോകേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയും കനവും ഭാരമുള്ളത് ഉയർത്തുമ്പോഴേ മസിൽ വർദ്ധിക്കുകയുള്ളൂ. ഈമാനാകുന്ന മസിൽ വർദ്ധിക്കണമെങ്കിൽ കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ചേ പറ്റൂ. കടുത്ത പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ പേരക്കിടാവ് ഹുസൈൻ കൊല്ലപ്പെടും കേട്ടോ, അദ്ദേഹം ചോരയിൽ കുളിക്കും, കൊല്ലപ്പെടും എന്ന് കൊല്ലപ്പെടുന്ന മണ്ണ് പോലും അറിയിച്ചു കൊടുത്തു. എന്നിട്ട് പോലും മരണം വരെ വഫാത്ത് വരെ ഒരു നിമിഷം അള്ളാഹുവേ അതിൽ നിന്ന് എൻ്റെ പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി തങ്ങൾക്ക് വന്ന് ജിബ്രീൽ സന്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ പേരക്കുട്ടി കൊല്ലപ്പെടും, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടും, കർബലയിൽ കൊല്ലപ്പെടും, കഷ്ണം കഷ്ണമാക്കപ്പെട്ടു. അദ്ദേഹത്തെ 2 കഷ്ണമാക്കപ്പെട്ടു. തല വേറെ നാട്ടിലും ഉടൽ വേറെ നാട്ടിലുമാണ്. അറിയാലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് നബി തങ്ങൾക്ക് വഹ്യ് കൊടുത്തിട്ടുണ്ട്. കൊല്ലപ്പെടുന്ന സ്ഥലം പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സെക്കൻഡ് പോലും പടച്ചോനെ ആ വിധി അങ്ങനെ നീക്കണം, അത് മാറ്റിക്കളയണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഖളാഇലുള്ള അചഞ്ചലമായ സംതൃപ്തിയാണ് ഈമാന്റെ ഏറ്റവും വലിയ ഭാഗം. നിസ്കാരം, നോമ്പ് തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, മനസ്സ് അള്ളാഹുവിന് സമർപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വിധികൾക്ക് അടിമപ്പെടുന്ന ഒരു വിധേയത്വമുണ്ട്. അതിനാണ് അബ്ദിയ്യത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോവുക. അള്ളാഹു നമുക്ക് എന്ത് വിധിച്ചാലും അതിന് ഓപ്പോസിറ്റ് തട്ടിമാറ്റല്ല എന്ന് പോലും പറയാത്ത തവക്കുലിന്റെ ഉയർന്ന സോപാനങ്ങളെത്തിയ മഹാന്മാരുണ്ടായിരുന്നു. നമ്മൾ രോഗം വന്നാൽ ദുആ ചെയ്യണം, പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. പക്ഷേ തവക്കുലിന്റെ ഉന്നത ഉയരങ്ങളിലേക്ക് എത്തിയ വലിയ വലിയ മഹാന്മാർ അവർ അതിനുവേണ്ടി ദ്വാരക്ക പോലും ഇല്ല. അത് ദ്വാ മോശമായതുകൊണ്ടല്ല, അള്ളാഹ്ക്ക് അതാണ് തൃപ്തിയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ എന്തിനാ മാറ്റാൻ പറയുന്നത്? എനിക്കെന്ത് ചെയ്തു തരണമെന്ന് എൻ്റെ അള്ളാഹ്ക്കറിയാമോ. അവൻ എൻ്റെ റബ്ബല്ലയോ, അവൻ എൻ്റെ രക്ഷിതാവല്ലയോ. ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കണം എന്ന് ഉമ്മാക്കറിയാം. പിന്നെ കുട്ടി ഉമ്മാക്ക് സന്ദേശം കൊടുക്കണം, നാളെ ചോറ് തരണം, രാവിലെ ചായ തരണം, വൈകുന്നേരം കടി തരണം എന്ന് കുട്ടി ഉമ്മാക്ക് സന്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് എന്ത് വേണോ അത് ഉമ്മക്കറിയാം, ഉമ്മ കൊടുക്കും. ഇതുപോലെ നമ്മൾ അറിയുന്ന തീറ്റിപ്പോട്ടുന്ന റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസ തരണം, മറ്റേ തരണം, നമുക്ക് എന്താ വേണ്ടതൊക്കെ അള്ളാഹ്ക്കറിയാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെന്തിനാ ദുആ? അതൊരു ആത്മബന്ധത്തിന് വേണ്ടിയാണ്. അള്ളാഹ് ദ്വാരക്കാൻ പറഞ്ഞതുകൊണ്ട് ദ്വാരക്കുക. ഞാനൊന്നുമല്ല എന്ന് അള്ളാഹുവിന് മുമ്പിൽ ബോധ്യപ്പെടുക, ഇതിനെ കൈമലർത്തുകയാണ്. ദ്വാരക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 കൈ മലർത്തി, എനിക്കൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല, അതിനെ കൈ മലർത്തിന് ഒന്നും അറിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളതിന് അർത്ഥം വെക്കും, ലാ ഹൗല ഒരു തെറ്റൽ പോലുമില്ല, വലാ ഖുവത ഒരു ശേഷി പോലുമില്ല, ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അത് ബോധ്യമാകണം, അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഒരു ചെറിയ വിരൽ അനക്കണമെങ്കിൽ അതുപോലും അള്ളാഹുവിനെ കൊണ്ടാണെന്ന് ബോധ്യപ്പെടലപ്പോഴാ ഈ ഒരു വിരലിനൊരു അപകടം പറ്റിയിട്ട് ഒന്ന് തിരിക്കാനും കഴിയാതിരിക്കുമ്പോഴാ. ഞാൻ എൻ്റെ കയ്യിൻ്റെ 2 എല്ല് പൊട്ടിയിട്ടൊന്ന് ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ കൈ ഒന്ന് ഇങ്ങനെ തിരിക്കുക. ഇതുവരെ അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എനിക്ക് എന്നല്ല, നിങ്ങൾക്ക് എന്നല്ല, ആർക്കും അങ്ങനെ തന്നെ. വല്ലതും സംഭവിച്ച് നമ്മുടെ ഒരു ചെറുവിരൽ അനക്കാൻ ഡോക്ടർ പറയുമ്പോൾ
ആ വിരലോ കയ്യോ ഒന്ന് അനക്കാനോ ഒന്ന് മറിക്കാനോ നമുക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കും. നമ്മളറിയാതെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വില അറിയൂല. മറിച്ച് നമ്മൾ ചിന്തിക്കാനും ബോധമുണ്ടാകാനും വേണ്ടി അള്ളാഹു നമുക്ക് പരീക്ഷണം വരുമ്പോൾ അതിൽ പറയാൻ കഴിയണം അൽഹംദുലില്ലാ. സന്തോഷിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയലല്ല ഈമാൻ, ബുദ്ധിമുട്ടുമ്പോഴും അൽഹംദുലില്ലാ പറയാൻ കഴിയണം. ഇന്നിപ്പോ പല പള്ളികളും ഫലസ്തീനിന്റെ കാര്യം ഓർക്കുക, നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും പ്രയാസങ്ങളൊക്കെ അത് അള്ളാഹു തആല നമുക്ക് ഖൈറിനാണെന്ന് കരുതി. എന്ത് പരീക്ഷണം അങ്ങനെ തന്നെ. ഇപ്പൊ ഇന്ന് ബഷീർ എന്ന് പറയുന്ന സഹോദരൻ ഇന്നിവിടെ ഫറോക്ക് പാലത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ആരും പുരയെന്നിറങ്ങുമ്പോൾ ചിന്തിക്കണില്ലല്ലോ. വലിയൊരു ബ്ലോക്ക് കണ്ടപ്പോൾ ആ ബ്ലോക്ക് ഒന്ന് കഴിച്ചിലാക്കാൻ എൻ്റെ കാറ് സൈഡാക്കിയിട്ട് ബൈക്കിൽ വരുമ്പോഴാണ് എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി രണ്ട് കയ്യിൻ്റെ എല്ല് പൊട്ടിയത്. കാറ് ഒന്ന് അപ്പുറത്ത് വെച്ചിട്ട് ബൈക്കിന് പോയി വെക്കാം, എന്നാൽ ബ്ലോക്ക് ഇല്ലാതെ കഴിയും. പക്ഷെ അള്ളാന്റെ കഥ അതാണ്. പിന്നെ പുറപ്പെട്ട് നമ്മൾ അപകടം വന്നു, മരണപ്പെട്ടു. ഇത് നമ്മൾ ചിന്തിക്കണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്കൊന്നും അറിയില്ല, ഇനി അടുത്ത സെക്കൻഡ് എന്ത് ഒന്നും അറിയില്ല. അതിനാൽ റബ്ബിന് മുമ്പിൽ കൈ മലർത്തുക ദ്വാരക്കിങ്ങോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, കൈ മലർത്തുക. എനിക്കൊന്നും അറിയില്ല റബ്ബേ, അള്ളാന്റെ മഹാന്മാരെ ഒന്നും അറിയില്ല, നീ എന്താണെങ്കിലും എന്തിനാണ് ദ്വാരക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞത് പരീക്ഷണം അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, ആളുകളിൽ നിന്ന് വിശ്വാസം കുറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പടച്ചോൻ കാണില്ല, പടച്ചോൻ കാണാഞ്ഞിട്ടല്ല. അതാണ് നബിയെ നിങ്ങളെ പേരക്കുട്ടി കഷ്ണം കഷ്ണമായി കൊല്ലപ്പെടുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശം കിട്ടിയിട്ടും ഒരു വട്ടം പോലും പടച്ചോനെ ആ വിധി മാറ്റിത്തരണേ പറഞ്ഞിട്ടില്ല. വേറെ കഥ അതാണെങ്കിൽ ഈ ഹൈറ് വരട്ടെ. കുട്ടിയെ സോപ്പിട്ട് കഴുകാൻ വേണ്ടി ഉമ്മ ബാത്റൂമിൽ കൊണ്ടുപോകും അല്ലേ? കുട്ടി ആകെ അപ്പിട്ട് അല്ലെങ്കിൽ ആകെ ചളിയും പിളിയായി ചേറിൽ കളിഞ്ഞ് കുട്ടി ആകെ തീട്ടത്തിലും മൂത്രത്തിലായുമ്പോൾ ഉമ്മ കുട്ടിയെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടു. അപ്പൊ തുടങ്ങും കുട്ടി കരയാൻ. ഉമ്മ സോപ്പിട്ട് കുട്ടിയെ കഴുകി വൃത്തിയാക്കി തീരണവരെ കുട്ടി കരയും, തോർത്തുമ്പോഴും കരയും. തോർത്തി കഴിഞ്ഞാൽ കുട്ടിന്റെ കരച്ചിൽ മാറി. ഈ കുട്ടിയെ സോപ്പിട്ട് കഴുകുമ്പോൾ കുട്ടിക്കത് ഇറിറ്റേഷനാണ്, കുട്ടിക്കത് ബുദ്ധിമുട്ടാണ്, കുട്ടിക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. എന്നെ വൃത്തിയാക്കുകയാണ്, ശുദ്ധിയാക്കുകയാണ്, എന്റെ ഐക്യ കളയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉമ്മ ചെയ്തത് വൃത്തിയാക്കലാണ്. ഇതുപോലെ നിനക്ക് ക്യാൻസർ തന്നോ, കിഡ്നിക്ക് ഫെയിലായിട്ടോ, രോഗം തന്നോ, ഉറ്റവരെയും ഉടയവരെയും പെട്ടെന്ന് ഉമ്മാനും ബാപ്പാനും മരിപ്പിച്ചിട്ടോ അള്ളാഹു നിനക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും തരുമ്പോൾ നിനക്ക് ഇറിറ്റേഷനാണ്. പക്ഷേ അള്ളാഹു നിന്നെ കഴുകി വൃത്തിയാക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ സോപ്പിട്ട് കഴുകാൻ. കാരണം ഇബാദത്ത് കുറവാണ്. ഇബാദത്തുകളെ കൊണ്ടൊരു മനുഷ്യന് നേടിയെടുത്താൻ പറ്റാത്തതൊക്കെ ക്ഷമ കൊണ്ട് പടച്ചോൻ നമുക്ക് നൽകുമെന്നാണ്. നമുക്ക് നിസ്കാരം കുറവ്, ഇബാദത്ത് കുറവ്, ഖുർആൻ ഓതുന്നില്ല, വാട്സപ്പിൽ അത്രയും മെസ്സേജ് വായിക്കും, ഫേസ്ബുക്കിൽ അത്രയും മെസ്സേജ് വായിക്കും, എന്നാൽ 2 പേജ് ഖുർആൻ നമ്മൾ ഓതുന്നില്ല. പിന്നെ നമുക്ക് കൂലി കിട്ടണ ഒരു മാർഗ്ഗമില്ല. അപ്പൊ കുറച്ച് അടങ്ങേറും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തരാം, സ്വീകരിച്ചോ. ആരാധനകൾ കുറഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ പുതിയ ലോകത്ത് നമ്മൾ അടിമപ്പെട്ടു പോകുമ്പോൾ ഈ വാത്തുകളൊക്കെ കുറയുമ്പോൾ റബ്ബു പല നിലക്കുള്ള അടങ്ങേറും പ്രയാസമൊക്കെ തരും. അതൊക്കെ സോപ്പിട്ട് കൈക്ക് വൃത്തിയാക്കുകയാണ്. പഴയകാലത്തെ ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഇബാത്തുകളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അത് ഹദീസിലുള്ളതാണ്. ചില മനുഷ്യന്മാർ ആരാധനകളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ പരീക്ഷണങ്ങൾ കൊടുത്തവർ അങ്ങോട്ട് അല്ലാഹു എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്. ഞങ്ങൾ ആലോചിച്ച് നോക്കാൻ, നാസർ മഅദിന് ജയിലിൽ കിടക്കുന്ന സമയത്ത് വലിയ വിഷമം പ്രയാസവും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ജയിൽപ്പെട്ട് എവിടെ നോക്കിയാലും എല്ലാം പരാജയം, എല്ലാ വഴികളും അടക്കപ്പെട്ട് സങ്കീർണമായി പ്രതിസന്ധികൾപ്പെട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഖുർആൻ എടുത്തപ്പോ ഞാൻ ഫസ്റ്റ് മറിച്ച പേജിലുണ്ട് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു കണക്കാക്കിയതേ വരുള്ളൂ. സമാധാനായി. ഇത് പരിശുദ്ധ ഖുർആനാണ്, ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മുടെ മക്കൾ പട്ടിണി കിടന്ന് മരണപ്പെടുമ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ സങ്കടങ്ങളെ പുഷ്പങ്ങളാക്കാൻ ഈമാന്റെ കരുത്തുകൊണ്ട് നമുക്ക് സാധിക്കും. വിഷമങ്ങളെയും പ്രയാസങ്ങളെയും മധുരമുള്ളതാക്കാൻ നമുക്ക് ഈമാൻ യഖീന് കൊണ്ട് കഴിയും. ആ ഈമാൻ യഖീന് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നമ്മൾ തളർന്നു പോകും. മനുഷ്യൻ ഖുലിഖൽ ഇൻസാനു ദഈഫ. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്ന ദുരാരോപണങ്ങളെ കൊണ്ട് ഇപ്പോ ബോംബെ ട്രെയിൻ സ്ഫോടന കേസ് പ്രതികളെ കോടതി വെറുതെ വിട്ടു. കഴിഞ്ഞ ദിവസം അവർ പ്രതികളെല്ലാം എത്ര കൊല്ലം കടന്നു? 20 കൊല്ലം കടന്നു. 20 കൊല്ലം മുമ്പ് ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്ന ഒരു പാവം അൻസാരി, അവനെ ജയിലിലിട്ടു. 20 കൊല്ലം കഴിഞ്ഞു കുറ്റം വിമുക്തനാണ്, കുറ്റം ചെയ്തിട്ടില്ല. അവനെ പുറത്തിടുമ്പോൾ പറയാണ് ഇപ്പൊ എനിക്ക് മൊബൈൽ ഓണാക്കാൻ പോലും കഴിഞ്ഞു. കാരണം അന്നത്തെ മൊബൈലും മാറി. 20 കൊല്ലം മുമ്പല്ലേ എല്ലാ സിസ്റ്റം മാറി. എനിക്ക് മൊബൈല് ഇപ്പൊ ഏതെന്റെ ഫംഗ്ഷൻ പോലും അറിയില്ല. അവന്റെ ജീവിതം തകർത്തു. ബീഹാറുകാരനായ മറ്റൊരു കമാൽ എന്ന ചെറുപ്പക്കാരനെയും വെറുതെ വിട്ടു. അവനക്കൊന്നും അറിയില്ല. 20 കൊല്ലം ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ. മറ്റൊരുത്തൻ ജയിൽ വെച്ച് ശ്വാസം മുട്ട് വന്ന് കോവിഡ് ഒന്ന് മരണപ്പെട്ടു.
എന്താ ഇവരാണ് തീ വെച്ചത്, ഇവരാണ് കൊന്നത്, പച്ച നുണ പറഞ്ഞ് പരത്തിയിട്ട് പ്രതികളാക്കി ഉള്ളിൽ കടത്തുക. നമ്മൾ പ്രതികൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാനിപ്പോ ഈ അടുത്ത് നടന്ന വിഷയം പറഞ്ഞു മാത്രം. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. കേരളത്തിലെ മുസ്ലിമുകൾക്ക് പെറ്റുപിരികാണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ് ആരോപണങ്ങൾ ഉണ്ടാകും. പക്ഷേ ആരോപണങ്ങൾക്ക് നമ്മൾ അതേപോലെ തന്നെ പ്രത്യാരോപണങ്ങൾ കൊടുക്കല്ല വേണ്ടത്. ഇത് ഇസ്ലാമിന്റെ സുന്ദരമായ വഴികളിലൂടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അത് നമുക്കിടയിലും വേണം, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽവാസികളിലൊക്കെ വേണം. ഒരിക്കൽ ഒരാൾ വന്ന് നബി തങ്ങളോട് പറയുന്നുണ്ട്, ദുല്ലനി അലാ അമലിൻ ഇൻ അമിൽതുഹു ദഖൽതുൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗത്ത് കിടക്കണം, ഞാൻ സ്വർഗത്ത് കിടക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം, ഞാൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്നില്ല എന്തെങ്കിലും തെളിവ് പറഞ്ഞു തരണം. നബി തങ്ങൾ പറഞ്ഞു, കുൻ മുഹ്സിന, നീ മുഹ്സിനാവുക, നല്ല മനുഷ്യനാവുക. അപ്പൊ നബി തങ്ങളോട് അയാൾ ചോദിച്ചു, ഞാൻ കൈഫ ആരിഫു അന്നി ഞാൻ നല്ല മനുഷ്യൻ എങ്ങനെ മനസ്സിലാവേണ്ടത്? സൽ ജീറാനക, നിന്റെ സുഹൃത്തുക്കളോട് അയൽവാസികളോട് ചോദിക്കുക, അവർ നിന്നെ പറ്റി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകട്ടെ. അവിടെയാണ് നമ്മളൊക്കെ പരാജയം, നമ്മളൊക്കെ ആഹർത്തുക്ക് വെക്കും. നമ്മൾ മനസ്സിലാക്കിയത് മാഷറെ അങ്ങനെ പറയും അല്ലേ, അത് ഉസ്താദേ ഞാന് ഓനെ മാഷറെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പറയും, അന്ന ഞാൻ മാഷറെന്ന് പിടിച്ചാൽ മാഷർ ഓൻ്റെ അമ്മായിമതക്കാരല്ലേ. അമ്പിയാക്കന്മാർ പോലും പേടിച്ച് വേജാറായി നിൽക്കുന്ന സ്ഥല മാഷറ. അല്ലെ നമ്മൾ പറഞ്ഞ എന്താ, അന്ന ഞാൻ മാഷറെന്ന് പിടിച്ചോളാം. സുഹൃത്തെ, അമ്പിയാക്കന്മാർ പോലും പേടിച്ച് വിറച്ച് ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ കോടിക്കണക്കിന് ആളുകൾ ആദ നബിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് ഷഫാത്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ മാഷറെ ഒന്ന് വിചാരണ ആരംഭിക്കണ്ടേ, അതുപോലും തുടങ്ങിക്കൂടെ എന്ന് പറയുമ്പോൾ മുണ്ടൂല. എനിക്കെന്നെ പേടിയാണ്. എല്ലാ അമ്പിയാക്കന്മാർ തൊള്ള തുറക്കാൻ പേടിക്കണമെന്ന മാഷറ. ആ മാഷറൊക്കെ നമ്മൾ ചെറിയ അതിർതർക്കം ഉണ്ടാകുമ്പോഴും ഒരു 10 റുപ്യേൻ്റെ കേസ് ഉണ്ടാകുമ്പോഴും നമ്മൾ പറയും, ഞാൻ ഇതിനൊന്നും മറുപടി ഞാനൊക്കെ മാഷറയ്ക്ക് വെച്ചാണ്. നമ്മളെ സൽക്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സൽക്കാരൊന്നും അല്ല മഹഷറ. അമ്പിയാക്കന്മാർ പോലും തൊള്ള തുറക്കാൻ പേടിക്കുന്ന മാഷറിലേക്ക് നീട്ടിവെക്കുന്ന നിന്നേക്കാൾ ബുദ്ധി മരവിച്ചവനാരാ. നമ്മൾ ബുദ്ധി കൊണ്ട് കളിക്കണം. ഇവിടെ തന്നെ നമ്മൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്ത് തന്നെ കോടതി പ്രോസസ് എത്ര പെട്ടെന്ന് എളുപ്പം കഴിയും. നമ്മൾ കേസ് കൊടുത്താൽ നമ്മളും പോകേണ്ട കോടതിയിൽ, നമ്മളാണ് മാപ്പാക്കി കൊടുത്ത അത്രയും ഭാരം നമുക്കും കുറഞ്ഞു, ഒരു നഷ്ടവും. അതുകൊണ്ട് മാപ്പാണ് ലോകത്തെ ഏറ്റവും വലുത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ, നിമിഷപ്രിയയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തും ഹദീസുകളൊക്കെ നമ്മൾ നല്ല ചർച്ച ചെയ്തു കഴിഞ്ഞ ആഴ്ച. ആഖിറത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ ഈ ഒരു മനസ്സിന്റെ ശുദ്ധീകരണമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. മനസ്സ് വിശാലമാക്കുക, മനസ്സ് വിശാലമാക്കുക. ശ്രീബുദ്ധന്റെ അരികിലേക്ക് വന്ന് ഒരാൾ സങ്കടം പറയുന്നുണ്ട്, എനിക്ക് സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, അങ്ങൊരു പ്രതിവിധി പറഞ്ഞുതരോ? ശ്രീബുദ്ധൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ഉപ്പ് കൊണ്ടുവരും. കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് ഉപ്പ് കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ കലക്കാൻ പറഞ്ഞു. എന്നിട്ട് ശ്രീബുദ്ധൻ പറഞ്ഞു, നീ ആ ഉപ്പ് കലക്കിയ ആ ഗ്ലാസ് വെള്ളം കുടിക്ക്. ആ വെള്ളം കുടിച്ചപ്പോൾ അയാൾ കുടിക്കാൻ കഴിയില്ല, കയ്പ്പാണ്. ശ്രീബുദ്ധൻ അതേ ഉപ്പ് ആയിട്ട് അരുവിയിലേക്ക് വരാൻ പറഞ്ഞു. തൻ്റെ ശിഷ്യൻ അരുവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഉപ്പിനി അരുവിയിൽ കലക്കുമെന്ന് പറഞ്ഞു. അരുവിയിൽ കലക്കി, പുഴയിൽ കലക്കി, ഇനി കുടിച്ചു നോക്കു പറഞ്ഞു. കുടിച്ചപ്പോൾ കയ്പില്ല. കാരണം അരുവിയുടെ ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയ അരുവിക്കത് ബാധിക്കൂല. ആദ്യം കലക്കിയത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ്, പിന്നെ വിശാലമായ വെള്ളത്തിലാണ്. അതുകൊണ്ട് ഏത് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വിശാലമായ ഒന്നിലേക്ക് ഒഴുക്കിയാൽ നമുക്ക് സങ്കടങ്ങളില്ല. ആ വിശാലതയാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഏറ്റവും വലിയ കടലായ റബ്ബിലേക്ക് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കലക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവ, ഇന്നും തീരാത്ത നോവായി ഫലസ്തീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഈമാനെ മാറ്റുരക്കണം. നമ്മുടെ കൽബിനെ നമ്മുടെ ഈമാൻ കൊണ്ട് വെളിച്ചമാക്കണം. നമ്മൾ പരസ്പരം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയുള്ള തെറികളും മറ്റും അവസാനിപ്പിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തുക. മനുഷ്യൻ ഏത് സമയത്തും അവധിയെത്തിയാൽ അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. ജനനം ഒരു കവാടമാണ്, മരണം ഒരു കവാടമാണ്, രണ്ട് ഗുരുവാതിലാണ്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. ജനനമെന്ന വാതിലിലൂടെ മരണമെന്ന വാതിലിലേക്ക് കടന്നു പോകേണ്ടവരാണ് നമ്മൾ. ജനനമാകുന്ന വാതിലിലൂടെ നമ്മൾ കടന്നു വന്നു, മരണമാകുന്ന വാതിലിലേക്ക് അടുത്തടക്കുന്നവരാണ് നമ്മൾ. ഈ സമയങ്ങൾക്കിടയിലുള്ള നിമിഷങ്ങൾ എണ്ണിയാൽ തീരുന്ന ശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുകയും നിന്നെപ്പറ്റി അയൽവാസികൾ പറയണം, അവൻ നല്ല മനുഷ്യനാണ്, അതാണ് അവൻ നല്ലവനാണെന്ന് ഏറ്റവും വലിയ തെളിവ്. നബിയെ, എനിക്ക് സ്വർഗത്തിൽ കടക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഒരു പണി പറഞ്ഞു തരുമോ? ഞാൻ സ്വർഗത്തിൽ കടക്കണം, അതിന് പണി പറഞ്ഞു തരുമോ? നബി തങ്ങളെ ഒറ്റ വാക്ക് മറുപടിയാണ്, സൽ ജീറാനക,
അയലോക്കക്കാരും അയൽവാസികളും നിന്റെ കൂട്ടുകാർ നിന്നെ പറ്റി പറയണം, അവൻ നല്ല ഒരു മനുഷ്യനാണ്, എങ്കിലേ നീ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. നീ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളെ പറ്റി ആരാ നമ്മളെ പറ്റി നല്ല സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ ചിരിച്ചും കല്യാണത്തിനൊക്കെ വിളിച്ചു, സൽക്കാരത്തിനും വിളിച്ചു. ഇന്നത്തെ ലോകം അതാ ഒക്കെ ഉണ്ടാവും. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് നിന്റെ അയൽവാസികളും മറ്റുള്ളവർ നീ നല്ലവരെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ നന്നാവുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.